ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു പോപ്പുലേഷൻ ബേസ്ഡ് 2 ക്വസ്റ്റ്യൻസ് എങ്ങനെ വേഗത്തിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്ന ഒരു പോർഷനാണ് പെർസെൻറ്റേജിലെ ഈ പോപ്പുലേഷൻ ഇൻക്രീസിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യാൻ വേണ്ടിയല്ല, ക്വസ്റ്റ്യൻ മാത്രം ചെയ്യാനാണെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്താൽ മതിയായിരുന്നു. ഓരോ ഡൗട്ടുകൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, അത് ഷോർട്ട് വീഡിയോ സെഷൻ കാണുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ക്ലാസ്സുകളെല്ലാം കണ്ടു നോക്കുക. കിട്ടാവുന്ന വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് മലയാളത്തിൽ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ക്ലാസ്സുകളും കണ്ട് സെറ്റാക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളൊരു മാത്സ് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, അപ്പോൾ അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചുതരാം, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് ഇത്രയാണ്, വലിയൊരു നമ്പർ ആണ്, അത് വായിക്കുന്ന പോലുമില്ല. ഇഫ് ഇറ്റ് ഈസ് ആനുവലി ഇൻക്രീസ് അറ്റ് ദ റേറ്റ് ഓഫ് 4%, ദെൻ വാട്ട് വിൽ ബി ദ പോപ്പുലേഷൻ ആഫ്റ്റർ 2 years. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് എത്രയായിരിക്കും ഇതിന്റെ പോപ്പുലേഷൻ എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാനാ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഞാൻ നോക്കുന്നത് ഡിജിറ്റ് സം ആയിരിക്കും. ഇവിടെ നമുക്ക് 4, 8, 11, 18, 5 5 ഗുണം ഇവിടെ 104 5 പിന്നെ ഒരു 5 25 5 ഗുണം 25 7 7 5 35 ഡിജിറ്റ് സം 8 വരും. ഡിജിറ്റ് സം 8 വരുന്ന ഓപ്ഷൻ ഇതുണ്ട്. 5 7 ഇവിടെ നോക്ക് 10 18 പിന്നെ 5 7 ഇതല്ല, 10 18 പിന്നെ 9 2 ഇതല്ല, 14 18 4 2 6 ഇതുമല്ല. അപ്പോൾ ബാക്കി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി എന്ത് ആൻസർ ചെയ്യും. 12 18 ബാക്കി 4 2 6 2 8 ഇത്രയും ചെയ്യും. ഇനി ഈ ക്വസ്റ്റ്യൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പം ഇതിന്റെ എന്താണ് ഇതിന്റെ കാര്യം എല്ലാം ഞാൻ പറഞ്ഞുതരാം. അത് ഞാനൊന്ന് കാണിക്കുവാണ്. ദ കറന്റ് പോപ്പുലേഷൻ ടൗൺ ഇത്രയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ 25ന്റെ ക്യൂബാണ്, 15 625 25ന്റെ ക്യൂബാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഇൻക്രീസസ് ബൈ 8% and 12% 2 successive years, but decreases by 22% in the third year. What is the population of town at the end of 3 years? അപ്പോൾ ഇവിടെ 25ന്റെ ക്യൂബ് ഉണ്ട്, ഇൻക്രീസ് ബൈ 8%, 2/25 ആണ് 8%. ഇതൊക്കെ അറിയണം, എന്ത് ചെയ്യണം, ഇത് അറിയാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മനസ്സ് മാത്രം മതി, പഠിക്കാനുള്ള മനസ്സ് മാത്രം മതി. 8% എന്ന് പറഞ്ഞാൽ 2/25 ആണ്, ഇത് 3/25 ആണ്, 22% 22/100 ആണ്. അപ്പൊ ഇവിടെ ഇൻക്രീസസ് ബൈ 8% 2/25, 25ന്റെ സ്ഥാനം 27. ഇതൊക്കെ ഞാൻ എവിടെ പഠിക്കേണ്ട എല്ലാം പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ 25ന്റെ ക്യൂബ് ഉണ്ട്, അതെന്തായി 27/25 2 കൂടി 25. പിന്നെ 12 എന്ന് പറഞ്ഞാൽ 3/25 ആണ്, 12%. 25 എന്നുള്ളത് എത്രയായി 28ആയി. പിന്നെന്താ ഡിക്രീസ് ബൈ 28%. 28% എന്ന് പറഞ്ഞാൽ 78/100 ആണ്. 100 ഇന്ന് എത്രയായി 78ആയി. അപ്പൊ ഇവിടെ 2 പോയി ഒരു 25 ബാക്കി നിൽക്കുകയാണ്. ഒരു 25 ബാക്കി നിൽക്കുകയാണ്. ഈ 100-ന് ഒരു 25 വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി 4 വരും. ഇവിടെ ഒരു 39, ഒരു 4 ഒരു 2 ഇവിടെ വന്നു, ഇവിടെ 14. ആൻസറിന്റെ യൂണിറ്റ് എത്ര? 6 6 42. 2 അവസാനിക്കും. ഈ 2 ഓപ്ഷൻ ഉണ്ട്, 2 അവസാനിക്കുന്നത്. പിന്നെ ആൻസർ എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 7ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാം. 7ന്റെ മൾട്ടിപ്പിൾ പോകുമ്പോൾ 14 വരെ പോകും, 1 പോകും. ഇത് 7ന്റെ മൾട്ടിപ്പിൾ, ഇത് 14 വരെ പോകും, ഇത് 7ന്റെ മൾട്ടിപ്പിൾ. പിന്നെന്തുണ്ട്? ഡിജിറ്റ് നോക്കാം. 9ന്റെ മൾട്ടിപ്പിൾ, 7 2 9, 9ന്റെ മൾട്ടിപ്പിൾ 6 13 17 18. ഇത് 9ന്റെ ആണോ? 6 10 11 അല്ല, 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ സി ദി ആൻസർ. അപ്പൊ ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഇതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മുന്നേ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യണം. ഡിജിറ്റ് സം എന്താണെന്ന് മനസ്സിലാക്കണം. അതിനെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ മാത്സ് പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പേ, ചാപ്റ്റേഴ്സ് പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനലിൽ കാൽക്കുലേഷൻ മാഗ്നാമെന്റർ എന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് വീഡിയോ, ഏകലവ്യ ബാച്ചിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. കാൽക്കുലേഷൻ മാഗ്നാമെന്റർ എന്ന് സെർച്ച് ചെയ്യുക. ഡെയിലി ചെയ്യേണ്ടുന്ന കാൽക്കുലേഷൻ എക്സസൈസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. എന്തൊക്കെ ചെയ്യണം, 30 മിനിറ്റ് അരമണിക്കൂർ ദിവസം നിങ്ങൾ അത് ചെയ്തിരിക്കണം, ജോലി കിട്ടുന്നത് വരെ. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, 2 മാസം കൊണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നില്ല. അപ്പം ചിലപ്പോൾ ചിലവർക്ക് വണ്ടടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും, എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന്, എന്താ ഈ സാർ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ചെയ്യാൻ പറ്റും. അതിന് ഒന്നാമത്തെ കാര്യമാണ് ഈ കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പുതിയ ആൾക്കാർ ഒരുപാട് കാണും, ഗ്രൂപ്പ് ഡി പഠിക്കുന്നവരാണ്, എല്ലാവരും എല്ലാ എക്സാമും എഴുതും. അപ്പൊ ഇത് മസ്റ്റായിട്ട് ചെയ്യണം, ജോലി കിട്ടുന്നവർ മസ്റ്റായിട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം ഡിജിറ്റ് സമ്മിന്റെ ക്ലാസ്, അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഡിജിറ്റ് സമ്മിന്റെ ക്ലാസ്, എന്താണ് ഡിജിറ്റ് സം, എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അത് കാണും. ഇനി ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ പെർസെന്റേജ് എന്താണെന്ന് അറിയണം. ഇൻക്രീസ് 4% ഇൻക്രീസ് ചെയ്താൽ എങ്ങനെയാണ് അത് 104/100 ആവുന്നത്, അല്ലെങ്കിൽ 25% 26/25 ആവുന്നത് എങ്ങനെയാണ്. അപ്പൊ അതെനിക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മലയാളത്തിൽ ഏത് ചാനൽ എടുത്തു വേണമെങ്കിലും നോക്കും. പെർസെന്റേജ് 11 മണിക്കൂർ 11.5 മണിക്കൂർ ക്ലാസ്, അതും ബേസിക് ടു അഡ്വാൻസ്ഡ്. ആ ലെവൽ ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അത് എത്ര പേര് കണ്ടു? 10,000 കുറവാണ് അതിന്റെ വ്യൂസ്. വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളായാലും അതിനൊക്കെ ഒരുപാട് വ്യൂസ് ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിട്ടാണോ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് നോക്കുക. അത് കണ്ടില്ല നിങ്ങൾ കാണും. ഈ 3 കാര്യങ്ങൾ ചെയ്ത് ഡെയിലി പോയാൽ തന്നെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ 22 പിന്നെ
ക്ലാസ് കാണും, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്. ഞാൻ ഇതൊന്നും എടുത്ത് എഴുതിയില്ല, നിങ്ങളുടെ പേപ്പറിനകത്ത് ഒന്നുമില്ല. പേപ്പറിനകത്ത് വേണമെങ്കിൽ 8 എഴുതിക്കും, ഇത് മാത്രമേ ഉള്ളൂ ആ പേപ്പറിൽ എഴുതുന്നത്. എത്രത്തോളം നിങ്ങളുടെ എഴുത്ത് കുറയുന്നു അത്രത്തോളം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടും. ബാക്കിയുള്ള ഒരാൾ ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കും, 22, 43, 75 നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അത് മാറണം, അത് മാറിയെങ്കിലേ നിങ്ങൾക്ക് ജോലി എടുത്തത്. അതുകൊണ്ടാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. 227, 375 എന്ന് പറഞ്ഞ വാല്യൂ ഇൻക്രീസ് അറ്റ് ദ റേറ്റ് ഓഫ് 4%. അതായത് ഒരു വർഷം കഴിഞ്ഞ് ഇത് ഇതിന്റെ 100%. മിക്കവരും ഇങ്ങനെ ആയിരിക്കും പഠിക്കുന്നത്, 4%. ഇതെന്താ ഇതിന്റെ 104%. വീണ്ടും എന്ത് ചെയ്തു, ഒരു വട്ടം കൂടെ 104, ഒരു വട്ടം കൂടെ 4% കൂടി. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത്. ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്തത്, DTSM അപ്ലൈ ചെയ്തത്. DTSM ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 8 DTSM. അല്ലാത്തൊരു എന്ത് ചെയ്യും, 4% വെച്ച് 2 തവണത്തേക്ക് സക്സസീവ് ഇൻക്രീസ് എന്ന് പറഞ്ഞ കാര്യം, അതൊക്കെ ഈ പെർസെന്റേജിന്റെ ക്ലാസ്സിലുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരുന്നുണ്ട്. 4%, 4%, 4 + 4 + 4 × 4 8.16% എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്യും. അതായത് നേരത്തെ 22, 43, 75 ഉള്ളത് എന്താവും, 100% ആയിരുന്നു, അതെന്തായി 108.16% മാറും. ഇത് കാൽക്കുലേഷൻ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ, നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പിനാക്കിൾ ബുക്ക് വേറെ ബുക്കിലൊക്കെ ചിലപ്പോൾ കാൽക്കുലേഷൻ രീതിയിലായിരിക്കും, മൾട്ടിപ്ലൈ ഇതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇതിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കും. അപ്പൊ അങ്ങനെ പഠിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ചാനലിന്റെ പ്രസക്തി. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കണ്ടുപഠിക്കണം. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ടായിട്ട് വന്നതുകൊണ്ടാണ്, രണ്ടും ഒരേപോലെ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വെച്ചത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ DTSM അപ്ലൈ ചെയ്തു, ചിലത് യൂണിറ്റ് ആയിരിക്കും, അതൊക്കെ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. അപ്രോക്സിമേഷന്റെ ഒരു വീഡിയോ ഞാൻ സർക്കുലർ റേസ് ഒരുപാട് പേർക്ക് പ്രയോജനമുണ്ടെന്ന് പറഞ്ഞ് സർക്കുലർ റേസിന്റെ 1.5 മണിക്കൂറിന്റെ ക്ലാസ് ഇട്ടു. പക്ഷെ അതിന് വ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, 600 വ്യൂസ് ഒക്കെയാണ്. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റ് നിങ്ങൾക്ക് എവിടെ കിട്ടത്തില്ല. നിങ്ങൾ ഈവൻ പെയ്ഡ് ബാച്ച് എടുത്ത് നോക്കിയോ, അപ്പൊ അത്രയും ക്വാളിറ്റി ഒരു കണ്ടന്റ് ഇടുമ്പോൾ 600 വ്യൂസ് ഒക്കെയാണ് മതി, എനിക്ക് ഒരാൾ കണ്ടാലും മതി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അടുത്ത അപ്രോക്സിമേഷൻ വീഡിയോ ഞാൻ ചെയ്യും, അത് 1.5 മണിക്കൂർ ചെയ്യുവാണെങ്കിൽ വൃത്തിയായിട്ട് ചെയ്തോളൂ. അതായത് ചുമ്മാ ചെറിയ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് അത് ചെയ്യും. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് എന്ത് പറയാം, 15,625 ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നവർക്ക് ഇത് എന്താണ്, 25ന്റെ ക്യൂബാണ്. 8% കൂടി എത്രയായി, 108/100. ഇനി 4 മെത്തേഡ് ഉണ്ട്, 4 മെത്തേഡ് റേഷ്യോ മെത്തേഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 8% കൂടി എത്രയാണ്, 2/25. ഞാൻ അവിടെ മെത്തേഡ് പഠിപ്പിക്കാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. 25 27 മറ്റേ എത്രയായി, 25 28 മറ്റേ എത്രയായി, 4%. 12% 3/25. 22% കുറഞ്ഞു, 100 എത്രയായി, 78. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ഇനിഷ്യൽ വാല്യൂ ആണെങ്കിൽ ഇത് ഫൈനൽ വാല്യൂ. കോമൺ ആയിട്ടുള്ളത് എന്ത് ചെയ്യും, 25 27 കോമൺ ആയിട്ടുള്ള വെട്ടി കളഞ്ഞിട്ട് ഇനിഷ്യൽ വാല്യൂ ഇതാണ്, എന്നാൽ ഫൈനൽ വാല്യൂ ഇനിഷ്യൽ വാല്യൂന്റെ ഇതാണ് 15,625 എന്നാൽ ഫൈനൽ എത്രയാണ്, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ അതല്ല, ഞാൻ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വേഗം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിട്ടുണ്ടോ, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, പ്ലീസ് ഗീവ് ദ ബെസ്റ്റ് അപ്രോച്ച്. ഈ ടൈം കൺസ്യൂമിംഗ് ആവുന്നത് എന്തുകൊണ്ടാണ്, നമ്മളുടെ മെത്തേഡ്സ് പക്കയല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ പഠിക്കുന്നത് ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് എക്സും വൈയും ഇട്ടായിരിക്കും ആദ്യം പഠിക്കുന്നത്. ആദ്യം എക്സും വൈയും ഇട്ട് ബേസിക് മെത്തേഡ് പഠിച്ചിട്ട് പിന്നെ അഡ്വാൻസ്ഡ് മെത്തേഡ്, സൂപ്പർ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാം എന്നുള്ളൊരു മെന്റാലിറ്റി മാറ്റുക. ആദ്യം പഠിക്കുമ്പോൾ തന്നെ ബെസ്റ്റ് മെത്തേഡിൽ പഠിക്കുക. അതിന് സമയം എടുത്താലും കുഴപ്പമില്ല. ആദ്യം നിങ്ങൾ ബേസിക് മെത്തേഡും പഠിച്ച് അതിന്റെ കൂടെ അതിന്റെ ബെസ്റ്റ് മെത്തേഡും പഠിക്കുക. അപ്പൊ എന്റെ ക്ലാസ് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ പഠിക്കുക, അങ്ങനെ പഠിച്ചാലേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം എക്സും വൈയും ഒക്കെ ഇട്ട് ഒരു ചാപ്റ്റർ തീർക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. പിന്നെ നമുക്ക് മാത്സിനോട് ഒരു ഇൻട്രസ്റ്റ് വരത്തില്ല. പക്ഷെ നിങ്ങൾ ആദ്യം തന്നെ ഈ ബെസ്റ്റ് മെത്തേഡ് നന്നായിട്ട് ഒരു ഇച്ചിരി മെനക്കെട്ടാൽ മതി. ആദ്യത്തെ കുറച്ച് നാള് 2 മാസം നിങ്ങൾ ആ ഒരു ട്രാക്കിൽ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ, ആ ട്രാക്കിൽ എത്തേണ്ട ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതെല്ലാം നമ്മുടെ സ്ട്രാറ്റജി വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റെയിൽവേക്ക് വേണ്ടി സെപ്പറേറ്റ് സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ട്, ഇതിന് വേണ്ടി പറഞ്ഞു, MTS വേണ്ടി പറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് SSC RRBക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രാറ്റജി നിങ്ങൾ ഒരു 2 മാസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ക്ലാസ്സുകൾ അതിനകത്തുള്ളത് എടുക്കുന്നെങ്കിൽ എടുത്തു, ഞാൻ പറഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുക്കാം, 150% നിങ്ങൾക്ക് ഉറപ്പാക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കൂടി പോകുന്നു, കാര്യം 25ന്റെ ക്യൂബ് ആയതുകൊണ്ടാണ്. ചിലപ്പോൾ വേറൊരിനകത്ത് മൾട്ടിപ്പിൾ മാറുമ്പോൾ മാറും. ഇവിടെ യൂണിറ്റ് സെയിം വരുന്നുണ്ട്, രണ്ടിടത്ത് യൂണിറ്റ് 2 ആണ്. അപ്പൊ ഇതാണ് കാര്യം എന്ന് പറയുന്നത്. ബാക്കി പെർസെന്റേജിന്റെ ക്ലാസ് കണ്ടിൽ കൂടുതൽ മനസ്സിലാവും. പിന്നെ ബെസ്റ്റ് മെത്തേഡ് മനസ്സിലായെന്ന് വെച്ചാൽ മറ്റേ DTSM ഇവിടെ എന്ത് ചെയ്യാം, 8% കൂടുന്നു, 12% കൂടുന്നു, 22% കൂടുന്നു. ഇവിടെ സക്സസീവ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്തത്. SSC GD അതുപോലെ MTS എൻ്റെ മാത്സ് ഒരു ക്ലാസ്, ഒരു ബാച്ച് തുടങ്ങുവാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. അത് നാളെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ